ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിറേക്ക. നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അറേന്ന് പ്രൈം നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇതൊരു യൂസറിന്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരു നമ്പർ പ്രൈം ആണോ അല്ലേന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടൺ കൊണ്ട് കാണാത്തവർ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അനുഷബലിയുടെ കമന്റ് പ്രകാരമാണ്. അതായത് നമ്മൾ ഒരു അറേന്ന് എങ്ങനെ അത് നമ്പേഴ്സ് പ്രൈം ആണോ അല്ലേന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു നമ്പർ വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ അറേ പാസ് ചെയ്ത് അറേന്ന് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു നമ്പർ ജസ്റ്റ് പാസ് ചെയ്യാണ്. ഈക്വൽ ടു 11. ഓക്കെ, എനിക്ക് ഈ 11 പ്രൈം നമ്പർ ആണോ അല്ലേന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യണം? നമുക്ക് പ്രൈം നമ്പറിന്റെ കൺസെപ്റ്റ് നമുക്ക് അറിയായിരിക്കും. അതായത് പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ 1 അല്ലാതെ ഇനി വേറെ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അല്ലെ? നമ്മളിപ്പോ 11 ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം. 11ന്റെ ഫാക്ടേഴ്സ് 11നെ എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11, 1 ഇതല്ലാതെ ഒന്നും തന്നെ ഇല്ല, അല്ലെ? അപ്പൊ 11 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നമ്മള് നമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും 2 മുതൽ നമ്മൾ പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. കാരണം എന്താണ്? 1 എന്ന് പറയുന്ന നമ്പർ പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ നമുക്ക് 2 മുതൽ ചെക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് ഒരു കണ്ടീഷൻ കൊടുക്കും. അതായത് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. കാരണം എന്താണ്? 1 നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. അത് മിക്കവർക്കും അറിയാലോ. അപ്പൊ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അതായത് നമ്പർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 2 മുതൽ മുകളിലേക്കുള്ള നമ്പേഴ്സ് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഓക്കെ, 4 ഇൻറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് ഒരു ജെ ലൂപ്പ് ഞാൻ കൊടുക്കുകയാണ്. ജെ ഈക്വൽ ടു 1, j less than or equal to num, j plus plus. ഓക്കെ, കൊടുക്കും. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ സാധാരണ ഒരു നമ്പർ പ്രൈം ആണോ അല്ലേന്ന് നമ്മൾ സാധാരണ എങ്ങനെ ചെക്ക് ചെയ്യുക? ആ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക ഏതൊക്കെ നമ്പറുമായിട്ട് ഡിവിസിബിൾ ആണെന്നല്ലേ. അപ്പൊ നമ്മൾ 3 എടുത്ത് നോക്കുകയാണെങ്കിൽ 3യേക്കാളും കുറഞ്ഞ നമ്പേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെ 3യേക്കാളും വലിയ നമ്പറുമായിട്ട് അത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണ്ട. അതായത് ഇപ്പൊ നമ്മള് 2 എന്നല്ല തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2നെ ആ 1 തൊട്ട് ആ പർട്ടിക്കുലർ നമ്പർ വരെ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കും ഏതൊക്കെ നമ്പേഴ്സുമായിട്ട് ഇത് ഡിവിസിബിൾ ആണെന്ന്. 2നെക്കാളും കൂടിയ നമ്പറുമായിട്ട് അത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? 2 ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 2നെ അത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, ഡിവിസിബിൾ ആണ്. അത് കഴിഞ്ഞ് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, അതും ഡിവിസിബിൾ ആണ്. പിന്നെ 2 വരെ, അതായത് നമ്മൾ ഏത് നമ്പറാണ് ചെക്ക് ചെയ്യുന്നത് ആ 1 തൊട്ട് ആ നമ്പർ വരെ നമ്മൾ അതിനെ ഡിവിസിബിൾ ബൈ ആ നമ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് 0 അല്ല കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ നമ്പർ ഫാക്ടർ അല്ല. ഇനിയിപ്പോ നിങ്ങൾ 4 ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 വരെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ്. അതായത് നമ്മൾ പാസ് ചെയ്യുന്ന നമ്പറിനെ എവിടം തൊട്ട് എവിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ആ നമ്പറിനെ നമുക്ക് 1 മുതൽ ആ പർട്ടിക്കുലർ നമ്പർ വരെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ കൊടുക്കും നം എന്ന് പറയുന്നത് മോഡ് ജെ. അപ്പൊ ഇവിടെ സാധാരണ നമ്മൾ ഐ അല്ലേ കൊടുത്തത്, ഇവിടെ ഇപ്പൊ ഞാൻ ജെ കൊടുത്തതുകൊണ്ട് നം മോഡ് ജെ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു കൗണ്ട് വേരിയബിൾ ഇവിടെ ഇൻക്രിമെന്റ് കൊടുക്കുക. ഓക്കെ, ഈ കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാണ് ഇതിന്റെ കൗണ്ട്. കൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനിപ്പോ ആദ്യത്തെ നമ്പർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താ വരിക? ഇപ്പൊ ഞാൻ പാസ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് 11 ആണ്, അല്ലെ? 11 എന്ന് പറയുന്നത് 1നേക്കാളും ഗ്രേറ്റർ അല്ലേ? അത് ഈ ലൂപ്പിനകത്ത് കയറി കൗണ്ട് വേരിയബിൾ 0 ഇനിഷ്യലൈസ് ചെയ്യും. അത് കഴിയുമ്പോൾ ആദ്യം ജെയുടെ വാല്യൂ എത്രയാണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ആണെങ്കിൽ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ആണെങ്കിൽ ഇതിനകത്ത് കയറും. എന്നിട്ട് ആ 11നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ കൗണ്ടിന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ആവും. അപ്പൊ ഇവിടെ കൗണ്ടിന്റെ വാല്യൂ 1 ആയി. അത് കഴിഞ്ഞ് ജെ ഇൻക്രിമെന്റ് ആയി 2 ആയി. 2 ആയപ്പോ എന്താണ്? അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ആണല്ലോ ലൂപ്പിനകത്ത് കയറി. എന്നിട്ട് ആ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈക്വൽ ടു 0 ആണോ? അല്ല. കാരണം എന്താണ്? 11നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ പാർട്ടിനകത്ത് കയറില്ല. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും, 3 ആവും. അപ്പോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി, പറ്റത്തില്ല. അങ്ങനെ പോയി 3 നോക്കി, 4 പറ്റില്ല, 5, 6, 7, 8, 9, 10 വരെ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് 11 പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ഫോർ ലൂപ്പ് കൊടുത്തപ്പോ ഞാനത് എഴുതിയപ്പോ പറയാൻ വിട്ടുപോയി.
നമ്മൾ j ഈക്വൽ ടു 1, j ലെസ് ദാൻ നമ്പർ എന്നല്ല കൊടുത്തത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ എന്നാണ്. കാരണം എന്താണ്, ലെസ് ദാൻ നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 11 ചെക്ക് ചെയ്യില്ല. 11 കൂടി നമ്മൾ പാസ് ചെയ്ത നമ്പർ കൂടി ഇൻക്ലൂഡഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ ടു കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇപ്പൊ ഇവിടെ ജെയുടെ വാല്യൂ 10, ജെയുടെ വാല്യൂ 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, അങ്ങനെ 10 ആയി. ഇപ്പോഴൊന്നും കൗണ്ട് ഇൻക്രിമെന്റ് ആയിട്ടില്ല. കാരണം എന്താണ്, അത് ഡിവിസിബിൾ ബൈ 0 അല്ലല്ലോ. അതിനുശേഷം വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി, ജെയുടെ വാല്യൂ 11 ആയി. 11 ആകുമ്പോ എന്താണ്, 11 ഇവിടെ ലെസ് ദാൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഇവിടെ സപ്പോസ് ഈക്വൽ ടു ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, 11 ലെസ് ദാൻ 11 ആണോ എന്ന് നോക്കും. അപ്പൊ കണ്ടീഷൻ തെറ്റി ഈ ലൂപ്പിന് വെളിയിൽ വരും. നമുക്ക് 11 വരെ ചെക്ക് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു കൊടുത്തത്. അപ്പൊ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ആണല്ലോ, അപ്പൊ ഇങ്ങോട്ട് കയറും. എന്നിട്ട് 11 മോഡ് 11 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. എന്ത് പറ്റും, ഇവിടെ കൗണ്ട് ഇൻക്രിമെന്റ് ആയി 2 ആയി. അപ്പൊ നമ്മൾ പാസ് ചെയ്ത നമ്പർ 11 ആണ്. അപ്പൊ നമുക്ക് 11 വരെ ചെക്ക് ചെയ്താൽ മതി. വീണ്ടും 11നെ 12 കൊണ്ട് ഡിവൈസിബിൾ ആണോ നോക്കണ്ട അല്ലെ. അപ്പൊ വീണ്ടും ജെ ഇൻക്രിമെന്റ് ആകുമ്പോൾ എന്താണ്, ഇവിടെ 12 വന്നു. 12 വരുമ്പോ എന്താണ്, 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ആണോ, നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ അല്ല, കണ്ടീഷൻ തെറ്റി. അപ്പൊ ഈ ലൂപ്പിൽ തെറ്റും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഓരോ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇറ്ററേഷൻ കഴിയുമ്പോഴും അത് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ ഈ കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു നമ്പർ എന്ന് പറയുന്നത് പ്രൈം ആണെങ്കിൽ, പ്രൈം നമ്പറിന് എപ്പോഴും 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ, ആ നമ്പർ 1 അല്ലെ. പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം 2 കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ഫോർ ലൂപ്പ്, ഈ പർട്ടിക്കുലർ ഫോർ ലൂപ്പ് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്, ഇത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ, അതായത് 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ, അത് പ്രൈം നമ്പർ ആണെങ്കിൽ ആ നമ്പറും 1 അല്ലെ. ഇപ്പൊ 2ൽ കൂടുതൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ അല്ല, അതായത് അതിന് വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. കൗണ്ട് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ വന്നിട്ട് ആ നമ്പർ പ്രൈം ആണോ അല്ലേന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാം. അപ്പോ നം, ഓക്കെ, നം ഈസ് നോട്ട് പ്രൈം. അതായത് ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൈം അല്ല അല്ലെ. ഇങ്ങനെ കൊടുത്തു. ഓക്കെ. ഇനി എൽസ് കേസും കൊടുക്കണമല്ലോ. അതായത് ഗ്രേറ്റർ ദാൻ 2 അല്ല എന്നുള്ള കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് 2നേക്കാൾ ചെറുതായിരിക്കും അല്ലെ, അല്ലെങ്കിൽ 2 ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൊടുക്കാം സിസ് ഔട്ട് നം ഈസ് പ്രൈം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇത് ഓക്കെ, ഇപ്പൊ ശരിയായല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇത് റൺ ചെയ്ത് നോക്കുമ്പോ എന്താണ്, ഒരു നമ്പർ പ്രൈം ആണോ അല്ലേന്ന് നമുക്ക് പറയാം. ഞാനിപ്പോ പാസ് ചെയ്ത നമ്പർ 11 ആണ്. അപ്പൊ 11 എന്ന് പറയുന്നത് പ്രൈം ആണ്. വീണ്ടും ഞാനിവിടെ പാസ് ചെയ്ത് കൊടുത്തു 12. ഓക്കെ, അപ്പൊ 12 വരുമ്പോ എന്ത് പറ്റും, നം ഗ്രേറ്റർ ദാൻ 1 ആണോ, അതെ. അപ്പൊ കൗണ്ട് വേരിയബിൾ 0 ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൗണ്ട് എന്ന് പറയുന്നത് 0 ആക്കി വെക്കുക. അതിനുശേഷം ജെ ഈക്വൽ ടു 1 വരും. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണോ, അതെ. അപ്പൊ ഇതിനകത്ത് കയറും. എന്നിട്ട് എന്ത് പറ്റും, ഇത് മോഡ് 1, അതായത് നമ്പറിന് 1 തൊട്ട് 12 വരെ ഇവർ ഡിവൈഡ് ചെയ്ത് നോക്കും. ഫാക്ടേഴ്സ് കാണുമ്പോൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും അല്ലെ. അപ്പൊ 12ന്റെ കേസിൽ ഇപ്പൊ ജെ എന്ന് പറയുന്ന വാല്യൂ 1 ആകുമ്പോ എന്താണ്, ആദ്യം ഈ ലൂപ്പിനകത്ത് വന്നു, കൗണ്ട് ഇൻക്രിമെന്റ് ആയി, 1 കൊണ്ട് ഡിവിസിബിൾ ആണ്. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി, എന്ത് പറ്റി, 2 ആയി. 2 ആകുമ്പോ എന്താണ്, 12ന്റെ 2 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ, അതെ. അപ്പൊ വീണ്ടും കൗണ്ട് ഇൻക്രിമെന്റ് ആയി. അത് കഴിഞ്ഞപ്പോ 3 ആയി, 3 ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 4 വന്നു, 12/4 എന്ന് പറയുന്നത് ഡിവിസിബിൾ ആണ് അല്ലെ. അപ്പൊ ഇതിനകത്തോട്ട് കയറും, കൗണ്ട് ഇൻക്രിമെന്റ് ആയി. അപ്പൊ അങ്ങനെ ഇൻക്രിമെന്റ് ആകുമ്പോ എന്തായാലും 2 കൂടിയ ഒരു നമ്പർ ആയിരിക്കും, അത് പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ കിട്ടുക. അപ്പൊ എന്ത് പറ്റും, ഇവിടെ പുറത്ത് വന്നിട്ട് കൗണ്ട് ഗ്രേറ്റർ ദാൻ 2 ഉള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഇത് പ്രിന്റ് ആവും. ഓക്കെ. അപ്പൊ ഈ പ്രൈം നമ്പറിന്റെ കേസ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഒരു അറേ ആയിട്ട് ഇത് പാസ് ചെയ്യുമ്പോൾ അറേയിലെ നമ്പേഴ്സ് പ്രൈം ആണോ അല്ലേ, അല്ലെങ്കിൽ ആ അറേയിൽ പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണോ അതെങ്ങനെ പ്രിന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഇന്റ് നമ്പേഴ്സ് പറഞ്ഞ ഒരു അറേ ഡിക്ലെയർ ചെയ്യാണ്. ഈക്വൽ ടു ഇവിടെ ഞാൻ കുറച്ച് നമ്പേഴ്സ് കൊടുക്കുകയാണ്, 12, 45, 11, 2, 34, 97, 71. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഞാൻ കൊടുത്തു. ഇനി എന്താണ്, നമുക്ക് ഈ അറയിലെ ഓരോ നമ്പേഴ്സും നമുക്ക് കമ്പയർ ചെയ്യണം അല്ലെ. ഒന്ന് 50 ആയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന് നമ്മൾ നേരത്തെ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ നമ്പർ പാസ് ചെയ്യും, അത് പ്രൈമാണോ അല്ലേ നോക്കും. ഇനി നമുക്ക് ഈ അറയാണ് പാസ് ചെയ്തിട്ട് ഇതിനകത്ത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അറയുടെ ഐറ്ററേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫോർ ഇന്റ് എവിടെ തൊട്ട് വേണം, അറയുടെ ആദ്യത്തെ ഇൻഡെക്സ് മുതൽ വേണം,
ഐ ലെസ് ദാൻ എവിടെ വരെ വേണം, അതിന്റെ ലെങ്ത് വരെ അല്ലെ. നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് കൊടുത്തു ഐ പ്ലസ് പ്ലസ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൂപ്പ് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും, ഈ അറേ ഐട്രേഷൻ നടന്നോളും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ ആദ്യത്തെ ഐട്രേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഇത് 0th ഇൻഡെക്സിലായിരിക്കും ആദ്യം കിടക്കുക. അപ്പൊ ആദ്യത്തെ നമ്പറിനെ നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്പറിനെ ഞാൻ എടുക്കുകയാണ്. അത് ഇന്റ് നം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്തോട്ട് എന്റെ നമ്പേഴ്സ് ഓഫ് ഐ, അതായത് ഓരോ ഇൻഡെക്സ് ഐട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ നമ്പറിനകത്തോട്ട് വെക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്പർ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാനപ്പോ ഇത് കളയാണ്. ഓക്കെ, ഇത് കൊടുത്തു. ഇനി നമ്മൾ ഒരു നമ്പറിന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും, ഇപ്പോ നമ്മളിപ്പോ ഈ അറേ ഐട്രേഷൻ ചെയ്യാണ്. നമ്മളൊരു നമ്പറിന് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു അറേ നമ്മൾ ഐട്രേഷൻ കൊടുത്തു, 0 തൊട്ട് ഈ നമ്പേഴ്സ് അറേയുടെ ലെങ്ത് വരെ. അതായത് നമുക്ക് ഇവിടം തൊട്ട് ഇതിന്റെ ലെങ്ത് എത്രയാണ്, ഇതിപ്പോ 2, 4, 6, 1, 7 ഇത്രയും നമ്പേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓരോ നമ്പറിനായിട്ട് നമുക്ക് എടുക്കണമല്ലോ. ഇതിപ്പോ നമ്മൾ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണോ എന്ന് നോക്കും. ഈ നമ്പർ എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണ്. അപ്പൊ നമ്മൾ അറേയിലെ ഓരോ എലമെന്റിനെ എടുത്തിട്ട് ഇതിനകത്തോട്ട് കൊടുക്കും. മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഇത് ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. 12 എന്ന് പറയുന്നത് പ്രൈം അല്ല, 45 പ്രൈം അല്ല, 11 പ്രൈം ആണ്, 2 പ്രൈം ആണ്, 35 പ്രൈം അല്ല, 97 പ്രൈം അല്ല, 71 പ്രൈം അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടെങ്കിൽ ഇങ്ങനെ. ഇനി ഇതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. ഇത് കളയാണ്. ഇതിപ്പോ എന്റെ അറേയുടെ ലെങ്ത് എത്രയാണ്, 2, 4, 6, 1, 7 അല്ലെ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോ ഐ ഈക്വൽ ടു 0 മുതൽ ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്, 0. ഐ ലെസ് ദാൻ നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് 7 അല്ലേ. ഐ ലെസ് ദാൻ 7 ആണോ, അതെ. അപ്പൊ നമ്പേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്നത് എത്രയാണ്, നമ്പേഴ്സ് ഓഫ് 0th ഇൻഡെക്സ് കിടക്കുന്ന എത്രയാണ്, 12. 12നെ എടുത്ത് നമ്മിലേക്ക് വെച്ചു. ഓക്കെ, അപ്പൊ ഇനി ചെക്ക് ചെയ്യും 12 എന്ന് പറയുന്നത് 1നേക്കാളും ഗ്രേറ്റർ ആണോ, അതെ. അങ്ങനെയാണെങ്കിൽ കൗണ്ട് വേരിയബിൾ ഇതിനകത്ത് വന്നിട്ട് 0 ആയിട്ട് കൊടുക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിള് നിങ്ങൾ ഈ അറേ ഐട്രേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഇതിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഓൾറെഡി കൗണ്ട് കണ്ടുപിടിക്കുന്നത്, ഇപ്പൊ ആദ്യത്തെ നമ്പർ നമ്മൾ ചെക്ക് ചെയ്തു, അതിന്റെ കൗണ്ട് ഇപ്പോൾ ഒരു 2 3 വന്നെന്ന് വിചാരിച്ചു, വീണ്ടും അതിനകത്തോട്ട് ആഡ് ചെയ്ത് വലിയ നമ്പേഴ്സ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ എപ്പോഴും ഓരോ നമ്പർ എടുത്തതിന് ശേഷം വേണം ഈ കൗണ്ട് 0 എന്ന് റീഇനിഷ്യലൈസ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പൊ കൗണ്ട് എന്ന് പറയുന്നത് ഓരോ നമ്പർ എടുത്തതിന് ശേഷം ഇവിടെ 0 ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പഴയ ലോജിക്ക് തന്നെ, അതായത് എടുക്കുന്ന നമ്പറിനെ നമ്മൾ എന്താ ചെയ്യുക, 1 തൊട്ട് ആ പർട്ടിക്കുലർ നമ്പർ വരെ നമ്മൾ ചെക്ക് ചെയ്യും ആ നമ്പർ ഡിവിസിബിൾ ആണോ. അതായത് ആ പർട്ടിക്കുലർ നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. അതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഞാൻ പാസ് ചെയ്ത 12 അല്ലേ, അപ്പൊ 12 വരെ ഈ ഐട്രേഷൻ പോകും. അപ്പൊ 1 തൊട്ട് 12 വരെ ഏതൊക്കെ നമ്പേഴ്സുമായിട്ട് ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് ചെക്ക് ചെയ്യും. ഡിവിസിബിൾ ആണെങ്കിൽ ഈ കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ആവും. മനസ്സിലായല്ലോ. അപ്പൊ ഈ 12 ഐട്രേഷൻ കഴിയുമ്പോൾ എന്താ പറ്റുക, നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത് അതൊരു പ്രൈം ആണെങ്കിൽ അതിന് 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. 2 കൂടുതൽ വന്നാൽ അത് പ്രൈം അല്ല. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം, കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് പ്രൈം അല്ല, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, നിങ്ങൾക്ക് ഇതൊരു ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് മാത്രം നിങ്ങൾക്ക് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വേണമെങ്കിൽ ഒരു അറേ ലിസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഞാനൊരു അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ലിസ്റ്റ്, അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. ഓക്കെ, ഇവിടെ പ്രൈം നമ്പേഴ്സ് ഓക്കെ ഈക്വൽ ടു അറേ ലിസ്റ്റ് ഓഫ് ഇന്റിജർ. എന്റെ ഇന്റിജർ ടൈപ്പ് ആണല്ലോ. ഒരു അറേ ലിസ്റ്റ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഇത് ഇമ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണിക്കും. നിങ്ങളപ്പോ ജസ്റ്റ് ഈ ലിസ്റ്റോ അറേ ലിസ്റ്റോ ഒക്കെ ഒന്ന് ഇമ്പോർട്ട് കൊടുത്തേക്കാം. അപ്പൊ എനിക്ക് ഇപ്പൊ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ അറേക്കകത്തോട്ട് ഇതിനകത്ത് ഏതൊക്കെയാണോ പ്രൈം നമ്പേഴ്സ് അത് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല, അല്ലെങ്കിൽ അത് പ്രൈം ആണ്. അപ്പൊ അങ്ങനെ ആവുന്ന കേസിൽ നിങ്ങൾ ഈ എൽസ് പാർട്ടിനകത്ത് വന്നിട്ട് നിങ്ങൾ ഈ പ്രൈം നമ്പേഴ്സിന്റെ അകത്തോട്ട് പ്രൈം നമ്പേഴ്സ് ഡോട്ട് ആഡ് എന്ന് കൊടുത്താൽ മതി. ആഡ് ഓഫ്, നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്, ആ പർട്ടിക്കുലർ നമ്പറിനെ ആഡ് ചെയ്യണം അല്ലെ. ആഡ് ഓഫ് നമ്പർ. ഓക്കെ, അതായത് നമുക്ക് ഏത് കേസിലാണ് എൽസ് ബ്ലോക്കിൽ വരുമ്പോഴല്ലേ അത് പ്രൈം നമ്പർ ആണെന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മുടെ അറേ ലിസ്റ്റിനകത്തോട്ട് ആ നമ്പർ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ അറേ ലിസ്റ്റ് നമുക്ക് ഐട്രേറ്റ് ചെയ്തിട്ട് നമ്പർ പ്രിന്റ് ചെയ്യാം.
അപ്പൊ നമ്മുടെ ഈ ഐ ലൂപ്പ് എവിടെയാണോ ക്ലോസ് ആവുന്നത്, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ അല്ലേ ക്ലോസ് ആവുന്നത്, ഇതിന്റെ എല്ലാം പുറത്ത് വന്നിട്ട് നമുക്ക് അപ്പൊ ഇത് ഓരോ തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് ആഡ് ആവും അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ 12 വരുമ്പോൾ 12 ആ നമ്പർ അല്ല, ഇപ്പൊ നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാണ് 11 വരുമ്പോ എന്താ പറ്റുക, നം ഗ്രേറ്റർ ദാൻ 1 ആണോ, അതെ. അപ്പൊ ഇതിനകത്തോട്ട് വരും. ഇതിനകത്തോട്ട് വരുമ്പോ എന്താണ്, ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 11 കാണത്തുള്ളൂ. അപ്പൊ അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലെ. ആ കൗണ്ട് ഗ്രേറ്റർ ദാൻ 2 ആണോ, അല്ല. അപ്പൊ അത് ഈ എൽസ് പാർട്ടിൽ വരും. എൽസ് പാർട്ടി വന്നിട്ട് എന്താണ്, ഈ അറേ ലിസ്റ്റിനകത്തോട്ട് ആ നമ്പർ ആഡ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഈ കംപ്ലീറ്റ് ഐട്രേഷനും കഴിയുമ്പോൾ നമ്മൾ ഒരു അറേ ലിസ്റ്റിൽ എങ്ങനെയാണ് എലമെന്റിനെ നമ്മൾ ഐട്രേറ്റ് ചെയ്തെടുക്കുന്നത്, ഫോർ ഈച്ച് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫോർ ലൂപ്പ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, നമുക്ക് ഫോർ ഈച്ച് യൂസ് ചെയ്യാം. ഇതിനകത്ത് വന്നിട്ട് ഇന്റ് ഐ അല്ലെങ്കിൽ ഇന്റ് പ്രൈം എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഏതിനെയാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്യേണ്ടത്, പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പം ഫോർ ഈച്ച് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഫോർ ഈച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പ് പോലെ കൊടുക്കണം. എന്നിട്ട് ഏതിനെയാണോ ഐട്രേറ്റ് ചെയ്യേണ്ടത്, ഏതിനാണോ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൈറ്റ് സൈഡിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഓരോ നമ്പേഴ്സ്, ഇപ്പൊ ഇതിനകത്തെന്ന് പറയുന്നത് ഫുൾ ഇന്റിജേഴ്സ് അല്ലേ, ഇതിനകത്തുനിന്ന് ഓരോ ഇന്റിജർ ബൈ ഇന്റിജർ ആയിട്ട് നമുക്ക് കിട്ടണം. ഇതൊരു സ്ട്രിങ് ആയിരുന്നെങ്കിൽ ഞാനിവിടെ സ്ട്രിങ് എന്ന് കൊടുത്തേനെ. ഇപ്പൊ ഇന്റിജർ അറിയില്ല, അപ്പൊ ഇന്റ് പ്രൈം എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് സിസ് ഔട്ടിന്റെ അകത്ത് പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു സ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് വരും. സിസ് ഔട്ടിന്റെ അകത്ത് പ്രൈം നമ്പേഴ്സ് ലിസ്റ്റ്. ഓക്കെ, ഇപ്പൊ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രൈം നമ്പേഴ്സ് ഇൻ ലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് താഴെ താഴെ പ്രിന്റ് ചെയ്തത് ഞാനിവിടെ എല്ലാം കൊടുത്തോണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു ലൈനിൽ പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ എല്ലാം കൊടുത്താൽ നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവുന്നത് ഒഴിവാകും. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ സിസ് ഔട്ട് വേണ്ട, എനിക്കിപ്പോ നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അല്ലാത്ത കേസിൽ ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് വേണ്ടെങ്കിൽ ഇങ്ങനെ കമന്റ് ചെയ്യാം. അപ്പോ നമുക്ക് ജസ്റ്റ് പ്രൈം നമ്പേഴ്സ് മാത്രം എങ്ങനെയാണെന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ. അങ്ങനെയല്ല ഓരോ നമ്പറും പ്രൈം ആണോ അല്ലേന്ന് നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഞാൻ ഡയറക്ട്ലി ആ നമ്പേഴ്സിന്റെ സെറ്റ് കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോ കൺസോളിൽ നിന്ന് ഒരു അറേ നിങ്ങൾ വാങ്ങിയിട്ട് ചെയ്യണം എന്നായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിലും പേടിക്കണ്ട. ഇവിടെ വന്നിട്ട് സൗട്ട് എന്റർ അറേ സൈസ്, നമ്മുടെ അറേയുടെ സൈസ് എത്രയാണെന്ന് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറയും. ഓക്കെ, കൊടുത്തു. എങ്ങനെയാണ് നമ്മൾ കൺസോളിൽ നിന്ന് മേടിക്കുക, സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. ഈക്വൽ ടു സ്കാനർ സിസ്റ്റം ഡോട്ട് ഐ, സോറി സിസ്റ്റം ഡോട്ട് ഐ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് സ്കാനർ ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ്, നമ്മുടെ അറേയുടെ സൈസ് എന്ന് പറയുന്നത് ഇന്റിജർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇന്റ് സൈസ് എന്ന് പറയുന്നത് എസ് ഡോട്ട് ഇന്റ് എന്ന് പറയും. എന്താണ്, നമ്മളിപ്പോ യൂസറുടെ കയ്യിൽ നിന്ന് അറേയുടെ സൈസ് വാങ്ങി. ഇനി എന്താണ്, അറേയിലേക്ക് ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതല്ലേ, ഇത് നമുക്ക് കമന്റ് ചെയ്യാം. ഇനി എന്താണ്, യൂസറുടെ കയ്യിൽ നിന്ന് നമുക്ക് എലമെന്റുകൾ മേടിക്കണം അല്ലെ അറേക്കകത്തോട്ട്. ഇവിടെ വന്നിട്ട് എന്റർ നമ്പേഴ്സ് കൊടുത്തു. ഓക്കെ, എന്റർ നമ്പേഴ്സ് കൊടുത്തു. എന്നിട്ട് എന്താണ്, നമ്മളൊരു അറേക്കകത്തോട്ട് എലമെന്റ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്യണം. ആദ്യം ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോ ഞാനിവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു അറേ കൊടുക്കുകയാണ്. ഓക്കെ, നമ്പേഴ്സിന്റെ സൈസ് എത്രയാണ്, ഈക്വൽ ടു സൈസ് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. അപ്പൊ സൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോ യൂസറുടെ 5 വാങ്ങിയെങ്കിൽ ഞാൻ എന്റെ നമ്പേഴ്സ് എന്ന് പറയുന്ന 5 സൈസുള്ള ഒരു അറേ വാങ്ങി. 5 സൈസുള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി ഇതിനകത്തെ എലമെന്റ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, ഫോർ ഇന്റ് ഐ ഈക്വൽ ടു 0 മുതൽ ഐ ലെസ് ദാൻ നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് വരെ ഐ പ്ലസ്. ഓക്കെ, ഇതിനകത്ത് വന്നിട്ട് എന്താ ചെയ്യാം, നമ്മുടെ നമ്പേഴ്സ് അറേയുടെ ഓരോ ഇൻഡെക്സിലേക്കും ഓരോ എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോ ഐ ഈക്വൽ ടു എസ് സി ഡോട്ട് നെക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെ വാങ്ങിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒരു അറേ കൊടുക്കാതെ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കണം. യൂസറുടെ ഇനി സൈസും വാങ്ങാൻ ചിലപ്പോൾ പറയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സ്കാനറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക.
എന്നിട്ട് ഒരു ഇന്റിജർ സൈസ് മേടിക്കുക. എന്നിട്ട് നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നതിനകത്തോട്ട് ആ സൈസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിപ്പോ റൺ ചെയ്യാണ്. ഇത് കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. എന്റർ അറേ സൈസ്, എന്റെ അറേയുടെ സൈസ് ഞാൻ 6 കൊടുത്തു. എന്റർ നമ്പേഴ്സ് 11, 12, 43, 56, 76, 89. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് കൊടുത്തു. 6 എണ്ണം കൊടുത്തു. അപ്പൊ ഇതിനകത്തെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് പ്രിന്റ് ആയത്. 11, 43, 89. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു അറേ വാങ്ങിയിട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.